ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വെച്ചിട്ടുള്ള ഒരു ടയറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ മെറ്റീരിയൽസ് വേണ്ടവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് വേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് 2 ടൈപ്പ് ഗിയർ വയറാണ്. ഒന്ന് 3ഉം 4ഉം ആണ്. സിൽവർ വയറാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൽ വരുന്ന ഫ്ലവേഴ്സാണ്. ഇത് ബ്രൈഡലിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ്. ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസിൽ വരുന്ന ഫ്ലവേഴ്സാണ്. ഇനി നമുക്ക് 3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഫസ്റ്റ് ഗോൾഡൻ കളറിലുള്ള ബീഡ്, പിന്നെ ഫ്ലവർ ബീഡ്, വീണ്ടും ഗോൾഡൻ കളറിലുള്ള ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിഫായിട്ട് കിട്ടും. ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഗോൾഡൻ ബീഡ്, ഫ്ലവർ ബീഡ്, ഗോൾഡൻ ബീഡ്, അങ്ങനെ ഈ ഒരു ഓർഡർ തന്നെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ബാലൻസ് വരുന്ന 2 കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ആ ബാലൻസ് വരുന്ന കമ്പി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നീളത്തിന് വേണം നമുക്ക് ആ ഒരു കമ്പി കിട്ടാനായിട്ട്. കണ്ടില്ലേ, ഇത്രയും നീളത്തിന് ഈ ഒരു കമ്പി വേണം. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് എണ്ണം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ടയറുടെ ലെങ്ത്ത് എങ്ങനെയാണോ, നീളം കൂടുതലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. കുറവാണെന്നുണ്ടെങ്കിൽ ഇത്ര എണ്ണം ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4mm ഗിയർ വയർ ഒരു 20 സെൻറ്റിമീറ്ററിൽ ലെങ്ത്തിലെടുക്കുകയാണ്. ഇനി അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന കമ്പിയിലാണ് ഈ ഒരു പാർട്ടുകളെല്ലാം നമ്മൾ പിരിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഇതിൻ്റെ തണ്ടൊന്ന് വെട്ടി കൊടുക്കുകയാണ്. ഇനി 3mm ഗിയർ വയറിൽ ഒരു ഗോൾഡൻ ബീഡ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു കമ്പി ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലവർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഉള്ളിലൊരു ഹോളുണ്ട് കേട്ടോ. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു കമ്പി കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് താഴോട്ടായിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വൈറ്റ് ഫ്ലവറിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ താഴോട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ വേണം ഈ ഒരു പാർട്ട് വെച്ച് കൊടുക്കാനേ. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് നമ്മൾ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫ്ലവറിന് പകരം നമുക്ക് പിങ്ക് യൂസ് ചെയ്യാം, മെറൂൺ റെഡ്, ലാവൻഡർ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഗ്രീന്, സ്കൈ ബ്ലൂ, അങ്ങനെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ എത്രയാണ്, ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫ്ലവറിന് പകരം വേറെ ഏതെങ്കിലും കളറിലുള്ള ബീഡ്സുകൾ യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ജാസ്മിൻ ബഡ്സ് അടിപൊളിയായിരിക്കും. ജാസ്മിൻ ബഡ്സ് 2 വീതം വെച്ച് കൊടുക്കുക. അതുപോലെ പോളൻസ് വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഒരുപാട് സൈസിലും വെറൈറ്റി കളേഴ്സിലൊക്കെ ആയിട്ടുള്ള ഫ്ലവർ ബീഡ്സിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ജാസ്മിൻ ബഡ്സ്, പോളൻ, പ്ലാസ്റ്റിക്കിൽ വരുന്ന ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. മുകളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഒരു ഹായ് മെസ്സേജ് ഇട്ടിരുന്നാൽ ആ ഒരു നമ്പറിലേക്ക് നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും അതുപോലെ ക്വാണ്ടിറ്റി, പ്രൈസ് എത്രയാണ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മാത്രമായിട്ട് ഒരു കോംബോ തന്നെ ഉണ്ട്. 497 രൂപയാണ് ആ ഒരു കോംബോയുടെ റേറ്റ് വന്നിട്ട്. 27 ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ആ ഒരു കോംബോയിൽ. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് ഇതിൽ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിനാണ് കേട്ടോ നമ്മൾ പിരിച്ച് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇനി ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി നന്നായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് പിരിച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ടയർ റെഡിയായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഫ്ലോറൽ ടയറാണ്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ ഇത് ഒരു പാക്കറ്റിന് 20 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടയർ വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് ചെയ്തോളാം. അതുപോലെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ വേഗം ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടയർ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ.